നമസ്കാരം. എവിടെ സുകുമാരക്കുറുപ്പ്? ചാൾസ് ശോഭരാജിനെ പോലും വലവീശി പിടിച്ച പോലീസിന് കേരളത്തിലെത്തിയപ്പോൾ പക്ഷേ സുകുമാരക്കുറുപ്പ് കഴിഞ്ഞ 44 വർഷമായി വെളിപ്പാടകലെയാണ്, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. ഇത്രയും കാലമായി പോലീസ് അക്കാദമികളിലെ ഒരു പാഠ്യവിഷയമാണ് കുറുപ്പിൻ്റെ ഈ ഒളിച്ചോട്ടം. UDFിൻ്റെ പ്രചരണത്തിലെ ഒരു വാഗ്ദാനം കുറുപ്പിൻ്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കുമെന്നായിരുന്നു. കേരള ക്രൈംബ്രാഞ്ച് അങ്ങനെ വീണ്ടും കേസ് അന്വേഷിച്ചു. ഒടുവിൽ ഉത്തരം, കുറുപ്പ് കടുത്ത ഹൃദ്രോഗിയായിരുന്നു, ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ കേസ് ഫയൽ എന്നേക്കുമായി പോലീസ് മടക്കി വയ്ക്കുകയാണ്. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ 40-ാം വയസ്സിൽ കടുത്ത ഹൃദ്രോഗിയായ ഒരാൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയെന്നത് ഒരു അത്ഭുതമാണെന്നും പോലീസ് വിലയിരുത്തുന്നു. 4 പതിറ്റാണ്ടുകളായി കേരള പോലീസിൻ്റെയും കുറ്റാന്വേഷണ ലോകത്തെയും ഒക്കെ ഒരുപോലെ തല പുകച്ചു വിട്ട ആ വൻ ചോദ്യത്തിനാണിപ്പോൾ ഉത്തരമാകുന്നത്. മലയാളിയെ എന്നും കിടുകിടെ വിറപ്പിച്ച ചാക്കോ വധക്കേസിലെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ജീവനോടെ ഇല്ലെന്നും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ ഹൃദ്രോഗം വന്ന് മരിച്ചു കാണുമെന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് ഒടുവിൽ കേരള ക്രൈംബ്രാഞ്ച് എത്തുകയാണ്. ഏതാനും സാങ്കേതിക വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് വൈകാതെ ക്രൈംബ്രാഞ്ച് പുറത്തിറക്കും. ഇതോടെ പതിറ്റാണ്ടുകൾ നീണ്ട ദുരൂഹതയ്ക്ക് ഇപ്പോൾ ഒരുവിധം അന്ത്യമാകുകയാണ്. 1984 ജനുവരി 21 സ്വന്തം പേരിലുള്ള 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പ് വരച്ച ആ പ്ലാൻ ഒരു സിനിമാ കഥയെയും വെല്ലുന്ന ഉദ്യോഗഭരിതമായ ഒരു ക്ലൈമാക്സിലേക്കാണ് ചെന്നെത്തിയത്. ജനുവരി 21 നാട് നടുക്കിയ ചാക്കോ വധം നടന്നത്. അബുദാബിയിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായിട്ടാണ് കുറുപ്പ് ആവിഷ്കരിച്ച കൊടും ക്രൂരകൃത്യം. തൻ്റെ ശരീരത്തോട് സാമ്യമുള്ള ഒരു മൃതദേഹം കാറിലിട്ട് കത്തിച്ച് താൻ മരിച്ചെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു കുറുപ്പിൻ്റെ ലക്ഷ്യം. ഇതിനായി കരുവാറ്റയിൽ വെച്ച് ലിഫ്റ്റ് ചോദിച്ച ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ കാറിൽ കയറ്റുകയും വിഷം കലർത്തിയ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം ചാക്കോയുടെ മൃതദേഹം കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നെൽപ്പാടത്തിനടുത്ത് വെച്ച് കാറിനുള്ളിലിട്ട് കത്തിച്ചു. എന്നാൽ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ഗ്ലൗസാണ് കേരള പോലീസിനെ കൊലപാതകത്തിൻ്റെ സൂചനകളിലേക്ക് കൈപിടിച്ച് നയിച്ചത്. കുറുപ്പിൻ്റെ സഹായികളായ ഭാസ്കരപിള്ള, പൊന്നച്ചൻ, ഷാഹു എന്നിവരെ ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടിയെങ്കിലും പ്രധാന പ്രതിയെ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും നാട് വിട്ടിരുന്നു, അപ്രത്യക്ഷമായി. രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നതുമൊക്കെ നിരവധി കഥകൾ അങ്ങനെ കുറുപ്പിനെ കുറിച്ച് പ്രചരിച്ചു തുടങ്ങി. എന്നാലും കേരള പോലീസിന് കുറുപ്പെന്നും ഒരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. പണ്ട് വ്യോമസേനയിൽ ജോലി ചെയ്യുന്ന കാലത്ത് താൻ മരിച്ചുവെന്ന് വ്യാജരേഖ ഉണ്ടാക്കി നാട്ടിലേക്ക് കടന്ന ആ ഒരു എക്സ്പീരിയൻസ് സുകുമാരക്കുറുപ്പിനുണ്ടായിരുന്നു. അന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പായിരുന്ന ഇയാൾ വ്യാജ പാസ്പോർട്ട് വഴിയാണ് സുകുമാരക്കുറുപ്പായി ഗൾഫിലേക്ക് വീണ്ടും ജോലിക്കായി പോയത്. രാത്രിയുടെ മറവിൽ അപ്രത്യക്ഷനായ ഈ സുകുമാരക്കുറുപ്പിനെ തേടി പിന്നീട് ഇന്ത്യയിൽ ഉടനീളവും ഗൾഫ് നാടുകളിലും പോലീസ് നടത്തിയത് അതിസാഹസികമായ തിരച്ചിലുകളായിരുന്നു. എത്രയോ മലയാളികൾ കുറുപ്പിൻ്റെ ധീരകൃത്യങ്ങൾ കേട്ട് രാത്രി വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയന്നിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. തീർപ്പാകാത്ത കേസുകൾ പുനരന്വേഷിക്കുന്നതിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ആ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് 3 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ഈ ഫയലുകൾ വീണ്ടും പൊടിതട്ടിയെടുത്തത്. അന്വേഷണത്തിന് ഏറ്റവും നിർണായകമായത് ഝാർഖണ്ഡിൽ നഴ്സായിരുന്ന ആലപ്പുഴക്കാരി രത്നമ്മയുടെ വെളിപ്പെടുത്തലാണ്. ഒളിവിൽ പോയ ശേഷം കുറുപ്പിനെ കണ്ട ഏക മലയാളി തന്നെയായിരുന്നു രത്നമ്മ. അവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കുറച്ചു കാലം ചികിത്സയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് രത്നമ്മ ഇത് കേരളത്തിലെ പത്രങ്ങളിലെല്ലാം എല്ലാ ദിവസവും ഫോട്ടോയും വാർത്തയും അച്ചടിച്ചു വരുന്ന സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് ഉറപ്പിച്ചത്. അന്ന് കേവലം 40 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗുരുതര ഹൃദ്രോഗിയായ കുറുപ്പ് പിന്നീട് ഇതുവരെയുള്ള 42 വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കുറുപ്പിൻ്റെ ഭാര്യ അടക്കമുള്ള അടുത്ത ബന്ധുക്കൾക്കും പതിറ്റാണ്ടുകളായി അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് വീണ്ടും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 40 വയസ്സിൽ ഹൃദ്രോഗബാധിതനായ സുകുമാരക്കുറുപ്പ് 42 വർഷം വീണ്ടും ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന മെഡിക്കൽ വിദഗ്ധരുടെ കൂടി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും ആ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറാൻ തീരുമാനമെടുത്തത്. എന്തായാലും ഒരാഴ്ചക്കകം തന്നെ കുറുപ്പിൻ്റെ തിരോധാനം സംബന്ധിച്ച ആ ഉത്തരം കിട്ടാതെ കിടന്ന ആ ചോദ്യത്തിന് ഒരു ഉത്തരമാകും. കുറുപ്പ് ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചു കാണും. എങ്കിലും കേരളത്തിൻ്റെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിൽ സുകുമാരക്കുറുപ്പ് ഒരു കുപ്രസിദ്ധനായ ഒളിച്ചോട്ടക്കാരനായ കൊലപാതകയായി തന്നെ തുടരും ഏറെക്കാലം.